ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് നമ്മുടെ വാൾ മേക്കോർ ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഫോട്ടോ മാത്രമായിട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കണമെന്ന് ഇതെൻ്റെ കസിൻ ചേട്ടൻ വരച്ച് തന്നതാണ് എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. അപ്പോൾ നമുക്കിനി ഇത് വാൾ മേക്ക് ഓവർ ആക്കി നമുക്ക് നല്ല ചെയ്യാം. ഞാൻ വരച്ചിട്ട് തന്നെയാണ് ഇതിന് വാളിൽ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അതേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പിക്സൽ ആർട്ടാണ് ഗൈസ്. പിക്സൽ ആർട്ട് ചെയ്യുന്നതാണ് ഗൈസ് നല്ലതെന്ന് എനിക്ക് തോന്നി ആക്ച്വലി. അതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് തന്നെ വരയ്ക്കാം. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ഞാൻ എന്തൊക്കെയാണ് പറയുന്നുണ്ടാവും എനിക്കറിയത്തില്ല, എനിക്ക് എടുക്കുമ്പോൾ ഓർമ്മയുണ്ടായി. ഇപ്പം റെക്കോർഡ് ചെയ്യുന്നത് പിറ്റത്തെ ദിവസമാണ്, അതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പം എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൊന്ന് എന്താ ക്യൂട്ട്നെസ്സൊക്കെ കിടക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഔട്ട്ലൈനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കൃത്യമായിട്ട് വരച്ചെടുക്കണം. ഞാൻ എന്തിട്ടോ ആക്ഷനൊക്കെ ഇട്ട് കാട്ടണമെന്ന് എനിക്ക് നന്നായിട്ട് എനിക്കറിയത്തില്ല. എന്തുവാ കുഞ്ഞാ നീ ഇങ്ങനെ നോക്കിയിരിക്കണത്? ഇവിടെ പിക്ചർ കൊടുക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. അവിടെ ഞാൻ വരയ്ക്കാൻ പോകുന്ന പിക്ചറിൻ്റെ പിക്ചർ ഞാൻ അവിടെ കൊടുക്കാവേ. അപ്പോൾ ലാസ്റ്റ് ഔട്ട്ലൈനും ചെയ്ത് വന്ന് കളറും ചെയ്ത് വന്നു. ഇതാണ് അപ്പോഴത്തെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ വരച്ചത് ഒരു കുഞ്ഞ് ഡ്രാഗൺ കുഞ്ഞിനായിരുന്നു. പണ്ട് കാലത്ത് ഉണ്ടായതാണ്, ഇപ്പം ഇല്ല. ഞാൻ ഫസ്റ്റത്തെ ഇതിലെന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞില്ലേ, ഇതായിരുന്നു ഞാൻ പറയുന്നത് ഹിസ്റ്ററിയുടെ കഥ. ഇതിൻ്റെ വലിയ ഹിസ്റ്ററി ഒന്നും അറിയില്ലെങ്കിലും കുറച്ച് ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉണ്ടായൊരു ജീവിയാണ്, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതാ പറഞ്ഞത് നേരത്തെ. നമുക്കിത് ഇവിടെ എന്ത് ചെയ്യണം, പശ ഒട്ടിച്ച് നമുക്ക് അവിടെ നേരെ പോയി സ്റ്റിക്ക് ചെയ്യണം ഗൈസ്. അപ്പം അത് കുറച്ച് എളുപ്പപ്പണി ആയതുകൊണ്ട് നമുക്ക് വേഗം തന്നെ പോയി സ്റ്റിക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ നിന്നത് ഒട്ടിയിരിക്കുമോ? പിന്നെ ഒരു വിളി കേട്ടെന്ന് എൻ്റെ അമ്മ വിളിച്ചിട്ടാണ് കേട്ടോ. ഇതെന്ത് വീഡിയോ തലയിരിഞ്ഞോ ഇത്? എനിക്കറിയാൻ മേലാട്ടാ. അപ്പം നിങ്ങൾ എന്തായാലും തലയിരിഞ്ഞ് കാണും, അത് എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ തലയിരിഞ്ഞൊന്നുമല്ല, നേരെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇനി നമുക്കൊരു പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്യാം അങ്ങോട്ട്.